ഇതെന്താണ് ഇവളിങ്ങനെ സംസാരിക്കാണ്ട് കാണിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട. കൊച്ചിറങ്ങുന്നത് കാരണം സൈലൻ്റായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. നമ്മുടെ ഈ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിയാലോ? എങ്കിൽ ഒന്ന് പോയിട്ട് വരാം. ആദ്യം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിനെ പരിചയപ്പെടുത്താം. ഞാനപ്പോൾ റെഡ് ഷെയ്ഡാണ്, നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് ഇപ്പോൾ ഉപയോഗിക്കണേ. അപ്പോൾ ഇതെനിക്ക് സച്ച് മേടിച്ച് തന്നതാണ് കേട്ടോ. ഇത് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊന്നും അല്ല, അത് ഫാഷൻ ഫാക്ടറി എന്നാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പേര്. പക്ഷേ എന്തിനാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റോടൊപ്പം തന്നെ നമുക്ക് റെഡ് കളർ ലിപ് ബാമും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ BB+ൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഈ ഫൗണ്ടേഷൻ പൊള്ളിയാണ് കേട്ടോ, അത് ഞാൻ ഓൺലൈനായിട്ട് വരുത്തിച്ചതാണ്. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കാം. അത് കളർ ഗേളിൻ്റെ കോമ്പാക്ട് പൗഡർ തന്നെയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അച്ചച്ചോ, ഒരു കാര്യം മറന്നുപോയി. ദേടാവൻ്റെ ബഡ്സ് ഇവൻ കൂടെ വേണം, ഇവനില്ലെങ്കിൽ എൻ്റെ കാര്യം തദൈവ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കിലായിട്ട് ഒരു ലിപ് ബാം ഉണ്ട്. അപ്പോൾ ഈ ലിപ് ബാം വളരെ ചെറിയ രീതിയിൽ ഞാൻ ചുണ്ടത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈവച്ച് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, വളരെ ലൈറ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ചുണ്ട് വിണ്ട് കീറിയതുപോലെ ഇരിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സാധാരണഗതിയിൽ ഞാനൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിണ്ട് കീറിയതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുണ്ടിന് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ലിപ്സ്റ്റിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ബാമാണുള്ളെങ്കിലും അത് നിങ്ങൾക്ക് ഇങ്ങനെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, വളരെ ലൈറ്റായിട്ട്. ഇനി അത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ്റെ ഊഴം വരുന്നത്. അതിൽ നിന്നും വളരെ കുറച്ച് മാത്രം കേട്ടോ, ചെറിയ ഇതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, വളരെ കുറച്ച് മാത്രം എടുത്ത് നമ്മുടെ ചുണ്ടിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല പ്രൊജക്റ്റായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിന് വിണ്ട് കീറിയതുപോലെ ഇരിക്കാതിരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആയല്ലോ അല്ലേ? ഓക്കെ. ഇതിന് ശേഷമാണ് നമ്മുടെ താരം വരുന്നത്, നമ്മുടെ ബഡ്സ് വരുന്നത്. ബഡ്സിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിപ്പിന് ഒരു ഷേപ്പില്ലാത്ത ലിപ്പാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കുറച്ചിങ്ങനെ സ്പ്രെഡ് ആയതുപോലത്തേക്ക് ഒരു ലിപ്പാണ്. അതിങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞൂടാ, ഷേപ്പില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമെങ്കിൽ ലിപ്പ് ലൈനർ ഉപയോഗിച്ചാൽ പോരെ. പക്ഷേ എനിക്ക് ലിപ്പ് ലൈനറിനെങ്കിലും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്കിതുപോലെ ബഡ്സ് ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങൾ ലിപ്പ് ലൈനർ ഉപയോഗിച്ചോളൂ കേട്ടോ. ലിപ്പ് ലൈനർ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും, കാരണം അത് പെട്ടെന്ന് പോവില്ല. ലിപ്പ് ലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആ ലിപ്പ് ലൈനർ നമ്മുടെ ചുണ്ടിൽ നിന്ന് പോവില്ല. പിന്നെ ഈ ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഒരേ കളറ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ എൻ്റെ ചുണ്ടൊന്ന് ലെവൽ ചെയ്യാനായിട്ടും എനിക്കിഷ്ടം നമ്മുടെ ബഡ്സ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് തന്നെ നമ്മൾ ഉപയോഗിച്ചാണല്ലോ വരയ്ക്കണേ, അപ്പോൾ വലിയ കളർ ചേഞ്ച് ഒന്നും വരാറില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് അതിനുള്ളിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് കൈവച്ച് തന്നെ എൻ്റെ ലിപ്പിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് വെറുതെ ലിപ്സ്റ്റിക്ക് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ലിപ്സ്റ്റിക്ക് കാണില്ല, അത് മൊത്തം പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചുണ്ടിൻ്റെ അവിടെ കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വിണ്ട് കീറി ഇരിക്കും. മിക്കവാറും ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അത്ര വൃത്തികേടായിരിക്കും നമ്മുടെ ചുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുണ്ട് ഒരുവിധമൊക്കെ നല്ല രീതിയിൽ, അതായത് സാധാരണ ഇരിക്കുന്നതിലും നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത്രയും ഡാർക്കായിട്ട് നിങ്ങളുടെ ചുണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡാർക്കായിട്ട് ഇരിക്കും. അപ്പോൾ എന്നാലും നമ്മൾ ആദ്യത്തെ കോട്ട് ലിപ്സ്റ്റിക്ക് അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് അങ്ങ് കളയാനായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോട്ടൺ തുണി ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ 2-3 തവണ ഇങ്ങനെ പ്രസ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ചുണ്ടിലത്തെ ആ ഒരു ഓയിലി ആയിട്ടുള്ള അവസ്ഥ മാറിക്കിട്ടും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ലിപ്പിൽ ഇതുപോലെ ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കൈവച്ച് നേരത്തെ തന്നെ കൈവച്ച് അങ്ങ് പരത്തി എല്ലായിടത്താക്കി ഇതുപോലെ തന്നെ അങ്ങ് ആക്കുകയാണ് കേട്ടോ. ഓക്കെ ആയി തോന്നുന്നല്ലേ? ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ആയി. ഇനി നമ്മൾ അവസാനമായിട്ട് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ കോമ്പാക്ട് പൗഡർ ചെറുതായിട്ട് നമ്മുടെ ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരയ്ക്കരുത് കേട്ടോ, അതിട്ടിട്ട് അല്ലാതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വളരെ നൈസായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇനി ഈ സാധനം ഇളകിപ്പോവില്ല, പെട്ടെന്നൊന്നും നമ്മുടെ ചുണ്ടത്ത് നിന്ന് ഈ ലിപ്സ്റ്റിക്ക് അങ്ങ് പോവില്ല. അപ്പോൾ മാത്രമല്ല ഓയിലി ആയിട്ട് തോന്നുന്ന ആ ഒരു സംഭവം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ടൊക്കെ ലിപ്സ്റ്റിക്ക് അടിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ചുണ്ടായിട്ട് ഫീൽ ചെയ്യുള്ളൂ. വലുതായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തുമില്ല. എങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഓക്കെ ഇല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുഞ്ഞുമാർക്ക് പിരി കഴിഞ്ഞിട്ട് നമ്മൾ പൗഡർ ഇടില്ലേ, അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും, അത് സ്പ്രെഡ് ആവത്തുമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ. എന്തായാലും വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ടാറ്റാ.